ഞാൻ പറയും ഇഞ്ചിപ്പുളിയാണെന്ന്, അയലോക്കത്തെ ചേച്ചി പറയും ഇഞ്ചിക്കറിയാണെന്ന്. ഇനിയിപ്പൊ നിങ്ങൾ ഏത് ഭാഗത്തേക്കാന്നുള്ളത് ആ കമന്റ് കൂടെ രേഖപ്പെടുത്തിക്കോളൂ. അപ്പൊ ഈ കാണുന്ന പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളിച്ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. വീക്ക്നെസ് ആട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചോളി. ഇതിലേക്ക് ഒരു 200 ഗ്രാം ഇഞ്ചിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഇങ്ങോട്ട് ചേർത്തെടുത്തോളി. ഇത് നമ്മളെ മലപ്പുറംകാരെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊരിച്ച് നെരിച്ചിങ്ങോട്ട് എടുക്കണം. നല്ല കിലുകിലാന്ന് ഒച്ച വരുവോളം നല്ലോണം തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് എടുത്തോളി. ഇതാ കണ്ടില്ലേ ഒരു സ്റ്റേജ് ഇങ്ങനെ മാറി മാറി വരുന്നത്. ഇതാ കറക്റ്റ് നെരുവിൽ ഇങ്ങോട്ട് കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഏറിയ ഒരു കരിഞ്ഞ മാതിരി ഉണ്ടാകും, കുറഞ്ഞ ഇഞ്ചിന്റെ ഒരു ചവർപ്പ് ഉണ്ടാകും. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോ നമുക്കിത് കോരി മാറ്റാം. അപ്പൊ ചട്ടിയിലുള്ളത് കഴിയും പോലെ കംപ്ലീറ്റ് ഇങ്ങോട്ട് കോരി മാറ്റിക്കോളി. പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു 15 ചെറിയ ഉള്ളിയും കൂടിയാണ്. ഞാൻ ഇവിടെ എടുത്തത് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ്. ഇനി വലുതാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുക. ഇതും ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നന്നായിട്ട് ഇങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ഇതും ആ ഇഞ്ചിയുടെ കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ള സാധനമാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു 2 കറിവേപ്പാണ്. ഇതും കൂടി ഇങ്ങോട്ട് ഇട്ട് തിരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് നല്ലോണം അങ്ങോട്ട് നെരിച്ചെടുത്തോളി. ഇതിപ്പോ നല്ലോണം നെരിഞ്ഞ് വരൽ തുടങ്ങിയിരിക്കണ്. ഇതിങ്ങനെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതല്ലേ, ഒന്ന് അരഞ്ഞു കിട്ടണം. അപ്പൊ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ ഇതും നമുക്ക് കോരി മാറ്റാം. ഇത് നേരത്തെ മാറ്റി വെച്ച ആ ഇഞ്ചിന്റെ മുകളിൽ കൂടെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ചട്ടിയിലുള്ളതൊക്കെ കംപ്ലീറ്റ് ഇങ്ങോട്ട് കോരി മാറ്റിക്കോളി. ഇനി ഇതിലേക്ക് ആവശ്യം കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ്. ഇഞ്ചിയും ചെറുള്ളിയൊക്കെ ഒന്ന് വറുത്തെടുത്ത വെളിച്ചെണ്ണ ഒന്ന് വറ്റിയിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ പൊട്ടിത്തെറിക്കണ വെച്ചേക്കാനൊരു രസമാണല്ലേ. ഞാൻ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അത് പോട്ടെ. നമുക്ക് ഇതിലേക്ക് ആവശ്യം കായാണ്. കായോ കായപ്പൊടി എന്താവനാന്റെ കയ്യിലുള്ള വെച്ചാൽ അതാണ് ചേർത്ത് കൊടുത്തോളി. ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ഞാൻ പുളിവെള്ളം ഒക്കെ വരുമ്പോ ഈ കിടന്ന് തന്നെ അലിഞ്ഞു പോകും. ഈ കുത്തി പൊട്ടിച്ചിടാനൊന്നും നിൽക്കണ്ട, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല. പിന്നെ ഇതിലേക്ക് ആവശ്യം 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വലിയൊരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി നിർബന്ധം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇത് ഒരുമിച്ച് കൂടി ചേർത്തിക്കണത് പൊടി അരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യം പുളിവെള്ളം കൂടിയാണ്. ഇതുപോലത്തെ 2 കപ്പ് പുളിവെള്ളം ഞാൻ ഇവിടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കായൊക്കെ ഇപ്പൊ ഇതിലിങ്ങനെ ഇളക്കുമ്പോ കാണുന്നുണ്ട്, അതൊക്കെ അലിഞ്ഞു പോകും മക്കളെ. പിന്നെ ഇതിലേക്ക് ആവശ്യം ശർക്കരയാണ്. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും നന്നായിട്ട് ഇളക്കി ആ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരുന്ന നേരം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കൂട്ടില്ലേ, ഇഞ്ചി ആൻഡ് ചെറിയ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിന്റെ ജാറിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കൊന്നും വേണ്ട കേട്ടോ. പേസ്റ്റ് ആകും വേണ്ട, എന്നാ കടിച്ചാലും കിട്ടണ്ട. അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. മിക്സിന്റെ ജാറൊക്കെ ഒന്ന് അടച്ച് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഈ കൂട്ടും ആ കൂട്ടൊക്കെ ഇങ്ങോട്ട് ഒന്നാക്കി കൊടുത്തോളി. ഈ കൂട്ടും ചേർത്ത് ഇളക്കി കുറുക്കി കിട്ടുമ്പോഴുള്ളൊരു മണം രുചിയൊക്കെ വേറെ ലെവലാണ് മക്കളെ. അപ്പോ ഇലയിട്ട് ഇഞ്ചിക്കറിയോ ഇഞ്ചിപ്പുളിയൊക്കെ വിളമ്പണ നേരത്ത് മറ്റു കറികളിലേക്കൊന്നും ഇങ്ങനെ ഒലിച്ചിറങ്ങാതെ ആ പെർഫെക്റ്റ് കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കി നോക്കിക്കോളി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഇപ്പൊ തന്നെയാണ് ചെയ്തോളി. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.